ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചപ്പപ്പായ കൊണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ആവിയിൽ വേവിച്ച ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരം ചായയുടെ കൂടെ വെറുതെ കഴിക്കാനോ ഏത് സമയത്തും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ളൊരു പപ്പായയുടെ കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തൊലിയും കുരുവും ഒക്കെ കളഞ്ഞെടുത്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ഗ്രേറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പീസ് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ശർക്കര എപ്പോഴും ഇതുപോലെ ശർക്കരപ്പാനിയാക്കി ചേർക്കുന്നതാണ് നല്ലത്. ചുരണ്ടി ചേർക്കുമ്പോൾ ശർക്കരയിലുള്ള അഴുക്കൊക്കെ അതിൽ പെടും, അതുകൊണ്ടാണ് കേട്ടോ. ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായല്ലേ, അത് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കണം. പപ്പായക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെയ്യിൽ വഴറ്റിയെടുക്കുന്നത്. ഏകദേശം ഒരു 2 മിനിറ്റോളം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയില്ലേ അത് ചേർത്തിട്ട് നല്ല പോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചിട്ട് ശർക്കരപ്പാനി ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വറ്റി കിട്ടിയാൽ മതി. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാ ചിരുവീതും കൂടി ചേർത്ത് കൊടുക്കണം. കൂടുതൽ ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങാ ചിരുവീതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം അങ്ങോട്ട് ചൂടാക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു പലഹാരത്തിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു മാവ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പച്ചരി കഴുകി ഉണക്കി പൊടിച്ച പൊടിയില്ലേ അതെടുത്തിട്ടുണ്ട്. 3/4 കപ്പ് കേട്ടോ. ഇത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് ഉണ്ടാക്കുന്ന രീതിയിൽ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത വെള്ളം കൊണ്ട് നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ നല്ല തിക്കായിട്ടുള്ള മാവൊന്നുമല്ല, കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇലയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കഴുകിയെടുത്ത വാഴയിലയിലേക്ക് ഇതുപോലെ മാവ് വെച്ചിട്ട് നമുക്ക് ഇലയുടെയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തിന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നല്ല കട്ടിയിൽ മാവ് പരത്തരുത് കേട്ടോ, നല്ല തിന്നായിട്ട് വേണം പരത്താൻ. എന്നാലേ നമുക്ക് ഫില്ലിങ് കുറച്ച് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ മാവ് കൂടുതലും ഫില്ലിങ് കുറവാണെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തിന്നായിട്ട് മാവ് പരത്തിയെടുക്കുക. എന്നിട്ട് കുറച്ച് കൂടുതൽ ഫില്ലിങ് വെച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ വാഴയില വെച്ചിട്ട് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ആവി കയറ്റി എടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പച്ചപ്പപ്പായ കൊണ്ടുള്ള ഇലയുടെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇലയുടെയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് മാത്രമല്ല തികച്ചും ഹെൽത്തിയാണ്. പച്ചപ്പപ്പായക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് ഉപ്പേരി വെച്ചാലൊക്കെ കഴിക്കാൻ മടിയായിരിക്കും. പിന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അവർക്ക് കൊടുത്ത് നോക്കൂ, തീർച്ചയായിട്ടും അവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്